Hi all. So, ഇന്നത്തെ വീഡിയോ is particularly focused on how we should apply for PPSN after reaching Ireland. So, ഇതിൻ്റെ കുറച്ച് സ്റ്റെപ്സും പ്രൊസീജിയേഴ്സും ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ ഓൾറെഡി PPSN അപ്പോയിൻമെൻറ്റിന് പോയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അതിൽ നിന്ന് നിങ്ങൾക്കൊരു കുറച്ചൊരു ഐഡിയ കിട്ടിക്കാണും എന്നാണ് എൻ്റെ വിശ്വാസം. എന്നാലും തലയും പാലും അല്ലാത്ത രീതിയിലാണ് ഞാൻ ഇപ്പോൾ വീഡിയോ ഇടുന്നത് തന്നെ. അത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്നാണ് എൻ്റെ വിശ്വാസം. സോ സ്റ്റെപ്സ് ഭയങ്കര സിമ്പിളാണ്. ആൻഡ് അയർലൻഡിൻ്റെ സൈറ്റ്സ് ഒക്കെ ആക്ച്വലി അടിപൊളിയാണ്. പക്ഷേ മേ ബി ഡ്യൂ ടു സം നെറ്റ്വർക്ക് ഇഷ്യൂസ് ഓർ ഒത്തിരി പേര് സൈറ്റ് ആക്സസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് കുറച്ച് ഡിലേ ഒക്കർ ചെയ്യാറുണ്ട്. ആൻഡ് ദാറ്റ്സ് കോമൺ ആക്ച്വലി. സോ PPSN അപ്ലൈ ചെയ്യേണ്ട കുറച്ച് പ്രൊസീജിയേഴ്സാണ് ഞാൻ പറയണത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത് ഒരു സൈറ്റേഷൻ ചെയ്യുക. ഇത്രയേ ഉള്ളൂ. MyWelfare.ie ആ സൈറ്റ് എടുക്കുക. ആ സൈറ്റ് എടുക്കുമ്പോൾ തന്നെ നമ്മളോട് അവർ പറയും നിങ്ങൾക്ക് MyGov.id അക്കൗണ്ട് ഇല്ല എന്നുള്ളത്. MyGov.id അങ്ങനെയാണ് എൻ്റെ ഓർമ്മ. അതെ, MyGov.id യു ഹാവ് ടു ക്രിയേറ്റ് ആൻ അക്കൗണ്ട്. സോ അതിൽ നമ്മൾ അക്കൗണ്ട് പോയി ക്രിയേറ്റ് ചെയ്യുക. അവർ ബേസിക് ഡീറ്റെയിൽസ്. ആൻഡ് നമ്മളൊന്ന് ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാത്തിനും പ്രൂഫ് കൊടുക്കുന്നത് നമ്മുടെ പാസ്പോർട്ടാണ്. സോ പാസ്പോർട്ടിൽ നമ്മുടെ സ്പെല്ലിങ്ങും കാര്യങ്ങളും പേരും ഒക്കെ എങ്ങനെയാണോ കിടക്കുന്നത് ആ രീതിയിൽ കൊടുക്കുക. കാരണം വൺസ് നമ്മൾ ഇവിടുത്തെ ഗവൺമെൻറ് റെക്കോർഡിക്കലിൽ നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞ് അതിനെന്തെങ്കിലും ഒരു സ്പെല്ലിംഗ് എറർ ഉണ്ടെങ്കിൽ അത് തിരുത്തുക എന്ന് പറയുന്നത് ഭയങ്കര കോംപ്ലിക്കേഷൻ പിടിച്ച പരിപാടിയാണ്. സോ MyGov.id കയറുക, അതിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. സോ അതിൻ്റെ കുറച്ച് ബേസിക് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒന്ന് ഷേക്ക് ആകുമായിരിക്കും, കാരണം ഞാൻ കൈ ഒന്ന് മാറ്റി പിടിക്കുന്നു. എൻ്റെ കൈ കിഴയ്ക്കുന്നു, അതുകൊണ്ടാണ്. ഓക്കെ, സെറ്റ്. ഓക്കെ, എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് അതിൽ കുറച്ച് നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് കൊടുക്കുക. അവർ നെയിം, ഡീറ്റെയിൽസ്, ഡേറ്റ് ഓഫ് ബർത്ത് ആൻഡ് ഓൾ ദോസ് സ്റ്റഫ്സ്. എന്നിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ബേസിക്കലി നമ്മുടെ ഇമെയിൽ ഐ ഡിയും നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നൊരു പാസ്വേഡും ആയിരിക്കും ലോഗിൻ ക്രെഡ് എന്ന് പറയുന്നത്. പിന്നെ അതിലൊരു 2 ഫാക്ടർ ഒതൻറ്റിക്കേഷൻ ഉണ്ട്. ഞാനത് എനേബിൾ ചെയ്തിട്ടുണ്ട്. സോ അന്നേരം അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമുക്ക് ലോഗിൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ ആഫ്റ്റർ ക്രിയേറ്റിംഗ് ആൻ അക്കൗണ്ട് ഇൻ MyGov.id അത് കഴിഞ്ഞിട്ട് നമ്മൾ PPSN അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയേഴ്സാണ് ചെയ്യാനായിട്ട് പോകുന്നത്. സിമ്പിളാണ്. PPSN അപ്പോയിൻമെൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ തന്നെ നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് കാണിച്ചു തരും അവർ. അതേ പിടിച്ച് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഡീറ്റെയിൽസ് പിന്നെയും കൊടുക്കുക. അവർ നെയിം, അവർ ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മുടെ അഡ്രസ്സ് എന്ന് വെച്ചാൽ അയർലൻഡിൽ നമ്മൾ വന്നിട്ട് സ്റ്റേ ചെയ്യുന്ന അഡ്രസ്സ്. ഓക്കെ, വരുന്നവരെല്ലാം ആദ്യം റെൻറ്റിനായിരിക്കുമല്ലോ, ആ അഡ്രസ്സ് കൊടുത്തേച്ചാൽ മതി. എന്നിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെ നമ്മൾ ഫില്ലിൻ ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മളോട് അവർ പ്രൂഫ് ഓഫ് അഡ്രസ്സ് ചോദിക്കും. അന്നേരം നമ്മുടെ ഹൗസ് ഓണർ തരുവാണെന്നുണ്ടെങ്കിൽ യൂട്ടിലിറ്റി ബില്ല് കാണിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കാം. ഇവിടെ വന്ന് നമ്മളൊരു ബാങ്ക് അക്കൗണ്ട് എടുക്കുമ്പോൾ തന്നെ അക്കൗണ്ട് ബാലൻസ് 0 ആണെന്നുണ്ടെങ്കിൽ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് പ്രിൻറ്റ് ചെയ്തെടുക്കാൻ പറ്റും. സോ അത് ജസ്റ്റ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കാര്യം. നമ്മളവിടെ എൻറ്റർ ചെയ്തിരിക്കുന്ന അഡ്രസ്സും നമ്മൾ ഈ പ്രൂഫായിട്ട് കൊടുക്കുന്നതിൻ്റെ അകത്തെ അഡ്രസ്സും സെയിം ആയിരിക്കണം. അതേ ഉള്ളൂ ഉദ്ദേശം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് പാസ്പോർട്ട് കൊടുക്കേണ്ടി വരും. അങ്ങനത്തെ വളരെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇത്രയും ഐറ്റം കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു നോട്ടിഫിക്കേഷൻ വരും. ദിസ് ഹാസ് ബീൻ ക്രിയേറ്റഡ്, ഇറ്റ് ഹാസ് ബീൻ ഫോർ ദി പർപ്പസ് ഓഫ് സബ്മിഷൻ എന്ന് പറഞ്ഞിട്ട് വരും. ആൻഡ് എനിക്ക് പിറ്റേ ദിവസം പിന്നെ ഒരു മെയിൽ വന്നു, യു ഹാവ് എ നോട്ടിഫിക്കേഷൻ ഓവർ ദെയർ. അവിടെ പോയി നോക്കുക. അവിടെ പോയി നോക്കിയപ്പോൾ മെസ്സേജ് വന്നത് എന്താണെന്ന് വെച്ചാൽ യുവർ ആപ്ലിക്കേഷൻ ഹാസ് ബീൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി ആൻഡ് ഓഫീസർ വിൽ ബി റിവ്യൂയിങ് യുവർ ആപ്ലിക്കേഷൻ വൺസ് ഇറ്റ് ഈസ് കംപ്ലീറ്റഡ് വി വിൽ ഇൻറ്റിമേറ്റ് യു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ടെക്സ്റ്റ് മെസ്സേജ് വരും. അത് നോട്ടിഫിക്കേഷൻസിലാണ് വരുന്നത് കേട്ടോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ലോഗിൻ ചെയ്തതിൻ്റെ നോട്ടിഫിക്കേഷൻ നോക്കുക. മേ ബി ഒരു 7 വർക്കിംഗ് ഡേയ്സിനകം കേട്ടോ. 7 വർക്കിംഗ് ഡേയ്സിനകം നമുക്കൊരു PPSN അപ്പോയിൻമെൻറ്റ് വരും. ആൻഡ് ഫോർ ഷുവർ PPSN അപ്പോയിൻമെൻറ്റ് ഒരു 1-on-1 ഇൻ്റർവ്യൂ പോലെയാണ്. ഇൻ്റർവ്യൂ വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. നമ്മളീ കൊടുത്തിരിക്കുന്ന ഡോക്യുമെൻറ്റ്സ്, അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഡോക്യുമെൻറ്റ്സിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്തുകൊണ്ട് അവിടെ പോയച്ചാൽ മാത്രം മതി. പക്ഷേ എന്തായാലും
ഒരു ഇൻ പേഴ്സൺ ഇൻ്റർവ്യൂ കാണും. കാരണം നമ്മളുടെ ഫിസിക്കൽ എക്സിസ്റ്റൻസ് ആണ് അവർക്ക് അറിയേണ്ടത്. അത് എന്തായാലും അവർ നോക്കും. അതെടുത്തിട്ട് അന്നേരം ഞാൻ പറയാൻ വന്നത് ഈശ്വര മറന്നു പോകുന്നില്ല. അന്നേരം ചിലർ പറയും ഇല്ല PPSന് അപ്പോയിൻമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ വീട്ടിലേക്ക് ഡയറക്റ്റ് അങ്ങ് കാർഡ് വരും. ചുമ്മാതാട്ടോ. എന്തായാലും ഫസ്റ്റ് ടൈമാണ്. ചിലപ്പോൾ റിന്യൂ ചെയ്യുമ്പോൾ ചിലപ്പം വല്ലതും വരുമായിരിക്കും, അതിൻ്റെ ആവശ്യമില്ലായിരിക്കും. പക്ഷേ ഫസ്റ്റ് ടൈമിൽ എന്തായാലും നമ്മളൊരു അപ്പോയിൻമെൻറ്റ്, ഫേസ് ടു ഫേസ് അപ്പോയിൻമെൻ്റ് ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നമുക്ക് മെയിൽ ഔട്ട് ചെയ്ത് തരും. നമുക്കത് റീസ്കെഡ്യൂൾ ചെയ്യാനുള്ള ഓപ്ഷനൊന്നുമില്ല കേട്ടോ. പക്ഷെ അത് നമുക്ക് ക്യാൻസൽ ചെയ്യണം. ഞാൻ കയ്യൊന്ന് മാറ്റാണ് കഴിക്കുന്നു. ക്യാൻസൽ ഔട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ വി ക്യാൻ ക്യാൻസൽ ദാറ്റ്. ഓക്കെ. ആൻഡ് അതിൻ്റെ ഒരു ഇമെയിൽ ഇൻറ്റിമേഷൻ അവർക്ക് ചെയ്തേച്ചാൽ മതി. എന്നിട്ട് അവർ പറയുന്ന ഡേറ്റിൽ അവർ ടൈമിങ്ങിലൊക്കെ വളരെ കറക്റ്റാണ് കേട്ടോ. എനിക്ക് വാസ് ഓൺ മെയ് 1 3:10 PM ആയിരുന്നു. അതിൻ്റെ ഒരു ഷോർട്ട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. സോ ആ പോകുന്ന സമയത്ത് നമ്മളിപ്പോൾ നമ്മുടെ പർപ്പസ് ഈസ് ഫോർ സ്റ്റഡീസ് ആണല്ലോ. അതിന് കോളേജിൽ നിന്ന് നമുക്കൊരു ലെറ്റർ കിട്ടും. അത് പ്ലസ് നമ്മുടെ ഒരു യൂട്ടിലിറ്റി ബില്ല്, ലൈക്ക് പ്രൂഫ് ഓഫ് അഡ്രസ്സിനുള്ള എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് പോവുക. പിന്നെ നമ്മുടെ പാസ്പോർട്ട്. ഇത്രയാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ഈ സിസ്റ്റത്തിൽ കൂടെ ഇൻസേർട്ട് ചെയ്ത എല്ലാ ഡീറ്റെയിൽസും ഒരു പേപ്പറിൽ പ്രിൻ്റ് ഔട്ട് ചെയ്ത് തരും നമുക്ക്. എന്നിട്ട് അതിൽ നമ്മൾ ഫില്ലിങ് ചെയ്ത് കൊടുക്കണം. ഓക്കെ. നമ്മളെ നാട്ടിൽ അക്ഷയ പോണ കൂട്ടൊന്നുമല്ല കേട്ടോ. പിന്നൊരു കാര്യം, ഇതിനൊന്നും പൈസ ചിലവില്ല. നമ്മളവിടെ പോകുന്നത് ഈ പ്രിൻ്റ് ഔട്ട് എടുക്കുന്നതിൻ്റെ പൈസ ചിലവ്, ആ ചിലവൊക്കെ ഉള്ളൂ. അല്ലാതെ നമ്മൾ അങ്ങോട്ട് പേയ്മെൻ്റ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ആക്ച്വലി ദിസ് ഈസ് ഫോർ സോഷ്യൽ പ്രൊട്ടക്ഷൻ. അതിന് വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ എന്തെങ്കിലും മെഡിക്കൽ ക്ലെയിംസ് ഇൻ സെൻസ് മെഡിക്കൽ അസിസ്റ്റൻസ്, അങ്ങനത്തെ ഐറ്റംസ്, അല്ലെങ്കിൽ കോളേജിൽ എന്തെങ്കിലും അഡ്മിഷൻ എടുക്കാൻ, അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് ഓഫർ, അങ്ങനത്തെ വെച്ചാൽ ടാക്സ് റിലേറ്റഡ് അങ്ങനത്തെ കുറച്ച് ഐറ്റത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ PPSN. ഇതുവഴി നമ്മളുടെ എക്സിസ്റ്റൻസും നമ്മുടെ ഒരു റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഡോക്യുമെൻ്റാണ്. ആൻഡ് ഇറ്റ് ഈസ് ലൈക്ക് നമ്മുടെ ഒരു ആധാർ കാർഡ് കൂട്ടൊക്കെ തന്നെ. എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10 വർഷം തോന്നുന്നു അതിൻ്റെ വാലിഡിറ്റി. നമുക്ക് അപ്പോയിൻമെൻറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ആ നമ്പർ നമുക്ക് കിട്ടും. അതൊരു പ്രിൻ്റ് ഔട്ടൊക്കെ എടുത്ത് തരും. പിന്നെ ഒരു 10 to 15 ഡേയ്സിനകം നമ്മളവിടെ കൊടുത്തിരിക്കുന്ന അഡ്രസ്സിൽ അത് പോസ്റ്റലായിട്ടും വരും. ഓക്കെ. സോ ഇതാണ് എൻ്റെ PPSN അപ്പോയിൻമെൻറ്റ്. ഞാൻ എങ്ങനെയാണ് PPSN അപ്പോയിൻമെൻറ്റ് എടുത്തതെന്നുള്ള രീതി. പിന്നെ ചിലർക്ക് 7 വർക്കിംഗ് ഡേയ്സ്, 7 വർക്കിംഗ് ഡേയ്സ് ആണ് കേട്ടോ. 7 ഡേയ്സ് അല്ല ഇൻ ടോട്ടൽ. 7 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടും ഇങ്ങനെ ഒന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്കൊരു മെയിൽ അയക്കണം നമ്മൾ. സർ ലൈക്ക് ഞാനിങ്ങനെ ഒരു ഇത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ എനിക്കൊന്നും വന്നിട്ടില്ല. സോ അന്നേരം അവരത് അഡ്രസ്സ് ചെയ്യും. പക്ഷേ എനിക്കതിൻ്റെ ആവശ്യം വന്നില്ല, കാരണം എനിക്ക് ഓൾറെഡി അവർ അപ്പോയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ തന്നതുകൊണ്ട് കേട്ടോ. സോ ഇതാണ് എൻ്റെ PPSN ജേർണി. ആൻഡ് ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് മാൻഡേറ്ററി തിങ് ഇൻ അയർലൻഡ്. ചിലർ പറയും ഇതെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടും, അത് കിട്ടും, ഇത് കിട്ടും എന്നൊക്കെ. അങ്ങനല്ല. ലൈക്ക് പാർട്ട് ടൈമിനൊക്കെ അവർ വിളിക്കും. നമ്മൾ അപ്ലൈ ചെയ്തതനുസരിച്ച് ഇതൊരു പ്രൂഫ് കൊടുക്കാം. പക്ഷേ ഇത് മാത്രം പോരാ. നമ്മൾ IRP അല്ലെങ്കിൽ GNIB കാർഡോടെ നമുക്ക് വേണമെന്നാണ് പറയുന്നത്. ഇത് വെച്ച് എനിക്ക് ജോലി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. സോ മേ ബി ഇച്ചിരി ഷേക്കിംഗ് ഒക്കെ കാണുമായിരിക്കും, കാരണം ഞാനിങ്ങനെ കൈ പിടിച്ചാണ് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് എ സണ്ണി ഡേ ഓവർ ഹിയർ. ഇതൊക്കെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറയേണ്ട കാര്യങ്ങളാണെന്ന് എനിക്കറിയാം, പക്ഷെ എന്തോ ചെയ്യാൻ ഒടുക്കത്തിലായിപ്പോയി. ആൻഡ് വെതർ സണ്ണിയാണ്, അതുകൊണ്ടാണ് പുറത്ത് വന്നിരുന്ന് വീഡിയോ എടുക്കണേ. കുഴപ്പമില്ല, ചെറിയ തണുപ്പുണ്ട്, എന്നാലും ബെയറബിളാണ്. ചില സമയത്ത് എൻ്റെ കണ്ണിൻ്റെ വ്യൂ മാറാൻ ചാൻസ് ഉണ്ട് കേട്ടോ. സോ PPSN റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. ആൻഡ് ഇവിടുത്തെ ഓഫീസേഴ്സൊക്കെ ഭയങ്കര ഹമ്പിളാണ്, ഭയങ്കര ജനറസാണ്. നമ്മളെ കൂട്ട് അവിടെ ഇരി എന്നൊന്നും നമ്മളോടൊന്നും പറയത്തില്ല. നമ്മുടെ നാട്ടിലത്തെ കൂട്ട് അങ്ങനെ പറയുന്നല്ല, ഫേസ് ചെയ്യേണ്ട വന്നിട്ടുള്ളവർ കാണുമായിരിക്കാം, അത് വെച്ച് ഞാൻ പറയുന്നത് കേട്ടോ. അവിടെ ചെല്ലുക, നമ്മുടെ ഒരു ഫോട്ടോ എടുക്കും, നമ്മുടെ ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ എടുക്കും. പിന്നെ നമ്മൾ ഫില്ല് ചെയ്ത സാധനങ്ങൾ, നമ്മൾ ഡോക്യുമെൻറ്റ് നമ്മൾ അപ്ലൈ ചെയ്ത സമയത്ത് എൻ്റർ ചെയ്ത കുറച്ച് സാധനങ്ങൾ, ഇതിൻ്റെ എല്ലാം ഡിജിറ്റൽ കോപ്പീസ് കൊണ്ടുപോകരുത്, ഫിസിക്കൽ കോപ്പീസ് കൊണ്ടുപോവുക. ഇലക്ട്രോണിക് കോപ്പീസ് അവർ അക്സെപ്റ്റ് ചെയ്യുന്നതേ അല്ല. എല്ലാം നോക്കിയും കണ്ടും ചെയ്യുക. കാരണം ഇത് ഇന്നത്തെ പോയി കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ പോയി എന്നാ ചേച്ചി ഞാൻ നാളെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വരാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ ന്യൂ സബ്മിഷൻ ചെയ്യണം. സോ എല്ലാം നോക്കിയും കണ്ടും ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ചരിഞ്ഞ് പോകുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ക്വാളിറ്റി നോക്കാൻ പോകുമ്പോൾ ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ വരുന്നു. സ്റ്റാൻഡൊന്നും ഇല്ല, അക്കൗണ്ടൊക്കെ റീച്ചായിട്ട് വേണമെങ്കിൽ സ്റ്റാൻഡൊക്കെ മേടിക്കാം. ട്രൈപ്പോഡോ അങ്ങനത്തെ സാധനമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വേണമെങ്കിൽ മേടിച്ച് ചെയ്യുക.
സോ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഡു കോണ്ടാക്ട് മീ ഓർ പ്ലീസ് മെസ്സേജ് മീ. കോണ്ടാക്ട് ചെയ്യുന്ന വെച്ചാൽ മെസ്സേജ് ചോദിച്ചാൽ മതി. ഓക്കെ, ബൈ ബൈ. ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ ബൈ ബൈ. ഹൈ സ്റ്റെഫാനിയ.